മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്ന് ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ആ വാർത്ത ഇപ്പോൾ ട്രംപിൻ്റെ താരിഫ് നയങ്ങൾക്കിടയിലാണ് പുറത്തു വരുന്നത്. ഈ ജബൽപൂരിൽ വലിയ ഒരു നിധി ശേഖരം കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. നിധി ശേഖരം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മറ്റേ നിധി കുംഭവും അതിനകത്ത് മൂടി വെച്ചിരിക്കുന്ന നിധി ശേഖരം. അതല്ല, ഈ ജബൽപൂരിൽ കണ്ടെത്തിയത് വലിയ ഒരു മിനറലാണ്. അതായത് വലിയ ഒരു ധാതു ലവണമാണ്. അത് സ്വർണ്ണമാണ്. ഈ സ്വർണത്തിൻ്റെ ഒരു വലിയ കൂമ്പാരമാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി അത് ഖനനം ചെയ്യണം. ഈ ജബൽപൂരിൽ ഇരുമ്പയിര് നിക്ഷേപത്തിന് ഏറെക്കാലമായി പേരുകേട്ട ഒരു നാടാണ്. ഇപ്പോൾ കൂടുതൽ തിളക്കമാർന്നൊരു കാരണത്തിലാണ് ഈ ജബൽപൂരി ശ്രദ്ധയാകർഷിക്കുന്നത്. സിഹോറ തെഹ്സിലിലെ മഹ്ഗവാൻ കിയോളാരി എന്ന് പറയുന്ന പ്രദേശം, അവിടെ ഗണ്യമായ സ്വർണ്ണശേഖരമുണ്ടെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇത് പ്രദേശത്തിൻ്റെ സാമ്പത്തിക ഖനന ഭൂപ്രകൃതിയെ പുനർനിർമ്മിക്കാൻ സാധ്യതയുള്ളൊരു കണ്ടെത്തലാണ്. മണി കൺട്രോളറിലെ റിപ്പോർട്ട് അനുസരിച്ച് മണ്ണിൻ്റെ സാമ്പിളിങ്ങും രാസവിശകലനവും ഉൾപ്പെടുന്ന വിപുലമായ പര്യവേക്ഷണം പരിപാടിയെ തുടർന്നാണ് ഈ മുന്നേറ്റം. ജില്ലയിലെ സ്ഥാപിതമായ ഇരുമ്പ്, മാംഗനീസ്, അയിര് നിക്ഷേപങ്ങൾക്കൊപ്പം ഏകദേശം 100 ഹെക്ടറിലായി വ്യാപിച്ചു കിടക്കുന്ന സ്വർണ്ണ ചെമ്പ് ശേഖരവും ഭൂഗർഭശാസ്ത്രജ്ഞൻ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് 100 ഹെക്ടറിലാണ് ഈ സ്വർണ്ണ ശേഖരം വ്യാപിച്ചു കിടക്കുന്നത്. പ്രാഥമിക കണക്കുകൾ പ്രകാരം സ്വർണ്ണ നിക്ഷേപം ലക്ഷക്കണക്കിന് ടൺ വരുമെന്നാണ് കരുതുന്നത്. അതായത് ലക്ഷം ടൺ സ്വർണ്ണ നിക്ഷേപമാണ് അവിടെ ഉള്ളത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും ധാതു സമ്പന്നമായിട്ടുള്ള ജില്ലകളിലൊന്നാണ് ജബൽപൂർ. തെളിവുകളെല്ലാം തന്നെ നിർണായകമാണ്. വകുപ്പിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ഇത് പറഞ്ഞത്. രാസപരിശോധനകൾ, ചെമ്പ്, മറ്റ് വിലയേറിയ ധാതുക്കൾ എന്നിവയ്ക്കൊപ്പം സ്വർണത്തിൻ്റെയും ഗണ്യമായ അംശം സ്ഥിരീകരിച്ചിരിക്കുന്നു. സമീപ വർഷങ്ങളിൽ മധ്യ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധാതു കണ്ടെത്തലുകളിൽ ഒന്നായിരിക്കാം ഇത് എന്നാണ് ഇവർ പറയുന്നത്. മധ്യപ്രദേശിലെ ഖനന മേഖലയിലേക്കുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള കൂട്ടിച്ചേർക്കലാണ് ഈ കണ്ടെത്തൽ. സമീപ വർഷങ്ങളിൽ ഈ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അയൽപ്പക്കത്തുള്ള കട്നി ജില്ലയിലും സമാനമായിട്ടുള്ളൊരു സ്വർണ്ണ കണ്ടെത്തൽ മുമ്പ് പൊതു സ്വകാര്യ ഖനന കമ്പനികളിൽ നിന്നും താൽപ്പര്യം ആകർഷിച്ചിരുന്നു. എന്തായാലും ജബൽപൂർ റിസർവ് ഖനന സംസ്കരണ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഗണ്യമായ നിക്ഷേപം ആകർഷിക്കുമെന്നും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രാദേശിക വരുമാനം വർദ്ധിപ്പിക്കുമെന്നും വ്യവസായ വിശകലന വിദഗ്ധർ പറയുന്നു. ചെമ്പിൻ്റെയും മറ്റു ലോഹങ്ങളുടെയും സാന്നിധ്യം സൈറ്റിൻ്റെ വാണിജ്യ സാധ്യതകളെ കൂടുതൽ വർദ്ധിപ്പിക്കുകയും സംയോജിത ധാതു വികസനത്തിലുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. GSIയുടെ സ്ഥിരീകരണത്തോടെ ഇനി ശ്രദ്ധ വിശദമായ സാധ്യതാ പഠനങ്ങൾ, പരിസ്ഥിതി അനുമതികൾ, മധ്യ ഇന്ത്യയിലെ ഈ ദശാബ്ദത്തിലെ ഏറ്റവും ലാഭകരമായിട്ടുള്ള ഖനന പദ്ധതികളിൽ ഒന്നായേക്കാവുന്ന ഖനന പദ്ധതികളിൽ നിന്ന് മുതലെടുക്കാൻ ആഗ്രഹിക്കുന്ന സംസ്ഥാന ഏജൻസികളും സ്വകാര്യ മേഖലയിലെ കളിക്കാരും തമ്മിലുള്ള സാധ്യതയുള്ള പങ്കാളിത്തങ്ങൾ എന്നിവയിലേക്കും തിരിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.